ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ദീപക്കിനെ അവിടുത്തെ സ്റ്റാഫ് എന്നിട്ട് ഡോ പിയൂണെ വേണ്ട മേഡം വിളിക്കുന്നുണ്ട്. ദീപക്കുടനെ ദേഷ്യത്തോടെ മതിയടി, എല്ലാത്തിനും ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഡോ എന്നെ എഡി ബോഡിന്ന് വിളിച്ചാലുണ്ടല്ലോ കേസ് വേറെയാ. ദീപക്കുടനെ ഋതികയുടെ ക്യാബിനിലോട്ട് വരിക. ദീപക്ക് വരുന്നത് കണ്ടുകൊണ്ട് പെട്ടെന്ന് ഋതിക ലാപ്ടോപ്പ് ഓൺ ചെയ്ത് എന്തോ ധൃതിക്ക് ജോലി ചെയ്യുന്ന പോലെ കാണിക്കുവാണ്. എന്നിട്ടിങ്ങനെ ഓട്ടക്കണ്ണിട്ട് ദീപക്കിനെ നോക്കുന്നു. ദീപക്ക് ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുക. എന്നിട്ട് പതുക്കെ തൊണ്ടയൊന്ന് ഇടർന്ന്. അത് കേട്ടിട്ട് ഋതിക ചോദിക്കുക, എന്താടോ തനിക്ക് ടോൺസിലൈറ്റിസിൻ്റെ വല്ല പ്രോബ്ലം ഉണ്ടോ? സ്മോൾ ഡോഗ് കരയുന്ന പോലെ ഉണ്ടല്ലോ. ദീപക്കിന് ദേഷ്യം കൊണ്ട് വയ്യ, പക്ഷേ അത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ദേഷ്യമെല്ലാം ഉള്ളിൽ ഒതുക്കി പല്ല് കടിച്ചുകൊണ്ട് ദീപക്ക് പറയുക, മേഡം എന്നെ വിളിച്ചെന്ന് പറഞ്ഞു. ആ വിളിച്ചു. ഇപ്പോൾ ഞാനിവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമല്ലേ, താൻ അവിടെ നിൽക്ക്, ഞാൻ പിന്നെ പറയാം. ദീപക്ക് പെട്ടെന്ന് പുറമോട്ട് തിരിഞ്ഞിട്ട് പതുക്കെ പറയുക, അവസരം എനിക്കും വരുവടി, അന്ന് ഞാനിവളെ കട്ട് ചെയ്ത് പട്ടിക്കിട്ട് കൊടുക്കും. ഋതിക പെട്ടെന്ന് ദീപക്കിനെ നോക്കിയിട്ട് ചോദിക്കുക, എന്താടോ താൻ എന്തെങ്കിലും പറഞ്ഞോ? അയ്യോ ഇല്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. താൻ എന്തോ പറഞ്ഞ പോലെ എനിക്ക് തോന്നി. ഇല്ല, മേഡത്തിന് വെറുതെ തോന്നിയതായിരിക്കും. ഇയാൾക്കെന്താ ദേഷ്യം വരുന്നുണ്ടോ? അയ്യോ ഇല്ല മേഡം. അഥവാ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ തന്നെ സ്വന്തം കഴുത്തിനിട്ട് കുത്തിപ്പിടിക്കുകയോ അല്ലെങ്കിൽ സ്വന്തം നെഞ്ചത്തിട്ട് അടിക്കുകയോ ചെയ്യും, അപ്പോഴതങ്ങ് മാറും. തനിക്കേ ഉറങ്ങാനുള്ള സ്ഥലമാണോ ഈ ഓഫീസ്? അയ്യോ അല്ല, താനേ ആ ഭിത്തിയിൽ ചാരിന്ന് ഉറങ്ങുവാണെന്ന് ഇവിടെ എനിക്കൊരു ന്യൂസ് കിട്ടിയല്ലോ. ഇവിടെ മൊത്തം പാരകളാ മേഡം. ഓ അത് ശരി, ഇവിടെ മൊത്തം പാരകൾ, താൻ മാത്രം നല്ലത്. ഇവിടെ തൽക്കാലം തനിക്ക് എന്താ ജോലി? ഇവിടെ എനിക്ക് ബോയ്, അതായത് ബോയ്, പിയൂൺ, സ്വീപ്പർ, ഇത് മൂന്നിനും കൂടി ഒരു ഒറ്റ പോസ്റ്റേ ഉള്ളു. ആ ഒരു പോസ്റ്റിലാണ് താൻ വർക്ക് ചെയ്യുന്നത്. ഇവിടൊക്കെ എന്തൊരു പൊടിയും വേസ്റ്റും അടോ കിടക്കുന്നത്. താൻ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തേ. ദീപക്ക് ഇങ്ങനെ നോക്കി നിൽക്കുക. എടോ തന്നോടാ പറഞ്ഞ ഇവിടൊക്കെ വേഗം ക്ലീൻ ചെയ്യാൻ. ദേഷ്യത്തോടെ ദീപക്ക് ഇങ്ങനെ ഓർക്കുവാണ്. പ്രതാപൻ ദീപക്കിനോട് പറഞ്ഞ നാളെ മുതൽ ഒരാഴ്ച നീ ഓഫീസിൽ പിയൂണായിട്ട് വർക്ക് ചെയ്യണമെന്ന്. അവിടെ എല്ലാം അടിച്ചു വരണം, അവിടുത്തെ സകല ജോലികളും നീ ചെയ്യണം. അതൊക്കെ ചെയ്യാതിരുന്നാൽ ഓഫീസിൽ കയറി പണം തട്ടിയെടുത്തതിന് നിന്റെ പേര് ഞാൻ കേസ് കൊടുക്കും. ദീപക്ക് ഇങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഋതിക ചോദിക്കുക, എന്താടോ താനിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? തനിക്കിതൊന്നും വൃത്തിയാക്കാൻ വയ്യേ? ഇനി ഞാൻ അച്ഛനെ വിളിച്ച് കംപ്ലൈൻറ്റ് പറയണം? അയ്യോ വേണ്ട മേഡം എന്നും പറഞ്ഞ് ദീപക്ക് അവിടെ എല്ലാം വൃത്തിയാക്കുവാണ്. ഋതിക വേണമെന്നേ കുറച്ചധികം ജോലി അവന് കൊടുക്കുന്നുണ്ട്. ഋതികയുടെ ചെരുപ്പിരിക്കുന്നിടത്തൊക്കെ പൊടിയുണ്ടെന്നും പറഞ്ഞ് അവനെ കൊണ്ട് അതെല്ലാം തൂത്ത് വൃത്തിയാക്കിക്കുന്നുണ്ട്. എന്നിട്ട് ഋതിക മനസ്സിൽ പറയാ, നിന്നെയും നിൻ്റെ അമ്മയും ഞാനിട്ട് പൊരിക്കുവടാ. അങ്ങനെ അവിടെ ഓഫീസിലെ ടീ ടൈം ആണെന്ന് തോന്നുന്നു. സ്റ്റാഫുകളെല്ലാം ചായ കുടിക്കുന്നു. അവരുടെ അടുത്ത് ദൂരോട്ട് മാറി നിന്ന് ദീപക്കും ചായ കുടിക്കുവാണ്. അപ്പോൾ രാജു അങ്ങോട്ട് വരുന്നപ്പോൾ ഒരു സ്റ്റാഫ് ചോദിക്കും, സാറ് ചായ കുടിച്ചായിരുന്നോ? ആ ഞാൻ ചായ കുടിച്ചായിരുന്നു എന്ന് രാജു പറയുന്നുണ്ട്. രാജു ദീപക്കിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് ചോദിക്കും, എടാ നീ ഇതുവരെ ചായ കുടിച്ച് കഴിഞ്ഞില്ലടാ. ദീപക്ക് ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ്, എടാ നീ എന്നൊക്കെ വിളിക്കാനേ നിന്റെ മടിയിലിരുത്തിയാണോടാ എനിക്ക് പേരിട്ടത്. രാജു വന്നിട്ട് കളിയാക്കിക്കൊണ്ട് ദീപക്കിനോട് പറയാം, ഓ പിയൂൺ സാറ് ടീ സാപ്പിടുവാണോ? ദേഷ്യത്തോടെ ദീപക്ക് പറയാ, വല്യമ്മാവൻ പറഞ്ഞത് ഞാൻ അനുസരിച്ചെന്ന് മാത്രം. നീ ചെവിയിൽ നുള്ളിക്കോടാ രാജു, എല്ലാ കാലത്തും ഞാൻ പിയൂണായിട്ടിരിക്കില്ല, അതെനിക്ക് അറിയാടാ ദീപക്ക്. ഈ പണിഷ്മെൻറ്റ് കഴിഞ്ഞാൽ നീ പത്തി വിടർത്തി ആടുവെന്നും പിന്നെ കൊത്താൻ നോക്കുമെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടേ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്റ്റാഫ് റൂമിലോട്ട് വന്നത്. ഇതുപോലൊരവസരം ഇനി കിട്ടിയെന്ന് വരില്ലല്ലോ. ദീപക്ക് ചോദിക്കുക, എന്താടാ നിന്റെ ഉദ്ദേശം? തൽക്കാലം ദീപക്ക് നീ ഇതൊരു ലോക്കപ്പ് റൂമായിട്ട് കരുതിയാൽ മതി. ഞാനൊരു വെരി ഇൻവെസ്റ്റിഗേഷൻ തലവനാണെന്ന് നീ അങ്ങോട്ട് കരുതിക്കോ. എന്നാൽ അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമൊന്നും ആഭ്യന്തരത്തിൽ ഉണ്ടായിരിക്കില്ല. ഇത് ഞാൻ ചുമ്മാതുണ്ടാക്കിയതാ. അതെന്തിനാണെന്നറിയോ? നിന്നെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. ഏടാ രാജു, എന്നെ കൈകാര്യം ചെയ്യാൻ നീ ഒന്ന് കുറച്ച് ബുദ്ധിമുട്ടും. രാജു ഒരു ചിരിയോടെ പറയുക, ഇല്ലടാ ഒരു ബുദ്ധിമുട്ടുമില്ല. പറഞ്ഞു തീരുകയും ഒരൊറ്റടി ദീപക്കിൻ്റെ കർണക്കുറ്റിക്ക്. ദീപക്ക അടിയും കൊണ്ട് ചെന്ന് വീഴുന്നുണ്ട്. എടാ ദീപക്കെ, ഇത് വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട. പുറകെ വരുന്നുണ്ട് അമിട്ടും ഗുണ്ടും ഗർഭം കലക്കിയും. അടികൊണ്ട വേദനയോടെ ദീപക്ക് പറയാ, എടാ രാജു നീ മരിക്കാനുള്ള പുറപ്പാടാണല്ലേ? ഇല്ലടാ ദീപക്കെ, ഞാൻ മരിക്കാനല്ല. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുകയില്ല. അതിന് മുമ്പ് നീ സത്യം പറഞ്ഞോടാ എന്ന് പറഞ്ഞിട്ട് രാജു എടുത്തിട്ട് അങ്ങ് പൊരിക്കുവാണ് ദീപക്കിനെ. അടികൊണ്ട് പൊളയുവാണ് ദീപക്ക്. രാജു ഭിത്തിയോടെ ചേർത്ത് വെച്ച് അമക്കിയിട്ട് ചോദിക്കുന്ന ദീപക്കിനോട്, എടാ ആ 10 കോടി ട്രാൻസ്ഫർ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നടാ? എടാ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എന്തിനു വേണ്ടിയാണ് നീ ആ പണം കൈമാറിയെന്ന്? ദീപക്കൊരു കൂസലുമില്ലാതെ പറയാ,
എൻ്റെ കമ്പനിയുടെ പണം കൈമാറിയത് ചോദിക്കാൻ നീ ആരാടാ? അത്രയും ദീപക് അങ്ങോട്ട് പറഞ്ഞു തീർന്നില്ല. അടുത്ത പടക്കം പൊട്ടുന്ന പോലുള്ള അടി അവൻ്റെ കർണത്തടിച്ചിട്ട് രാജു ചോദിക്കുക, നിന്റെ തന്തയുടെ കമ്പനി അല്ലടാ വർമ്മ കൺസ്ട്രക്ഷൻസ്. നിനക്കും സൂര്യമംഗലത്തെ പിച്ചക്കാരിയായിരുന്ന നിന്റെ അമ്മയ്ക്കും ആ കമ്പനിയിൽ ഒരു പങ്കുമില്ലടാ. ആ കമ്പനി വർമ്മ സാറിൻ്റെയാ. അതിൻ്റെ ഏക അവകാശി ഋതികയാണ്. രാജു അങ്ങനെ പറഞ്ഞപ്പോഴൊരു കളിയാക്കി ചിരിയോടെ ദീപക് പറയുക, അതിനെ ഋതിക വല്യമ്മാവൻ്റെ മകളല്ലല്ലോടാ. ദീപക് അങ്ങനെ പറഞ്ഞത് കേട്ടതും രാജുവിന് ദേഷ്യം ഇരട്ടിക്കുവാണ്. അവൻ്റെ കവിളും കൊങ്ങായും ചേർത്ത് കുത്തിപ്പിടിച്ചിട്ട് രാജു പറയുന്നു, നിന്റെ അമ്മ പറഞ്ഞുണ്ടാക്കിയ അപവാദം ഇനി പറയൂടാ. യോ ഇല്ല, വിട്, എനിക്ക് വേദനിക്കുന്നു, വിട് എന്നൊക്കെ ദീപക് പറയുന്നെങ്കിലും രാജു വിടുന്നില്ല. ഇനി നീ സത്യം പറയടാ, ആ 10 കോടി എന്തിന് കൈമാറി? ജയിലിൽ കിടന്നത് എൻ്റെ ഭാര്യയാ. നിനക്കും നിന്റെ അമ്മയ്ക്കും അതിൽ പങ്കുണ്ടെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. പറയടാ, സത്യം പറയടാ എന്നും പറഞ്ഞ് വീണ്ടും അടിക്കുന്നുണ്ട്. ദീപക് പറയുക, പറയില്ലടാ, സത്യം ഞാൻ പറയില്ല. ആഹാ, നീ പറയില്ലടാ എന്നും പറഞ്ഞ് രാജു ദീപക്കിനെ ഇട്ട് ഭിത്തിയോടെ ചേർത്ത് വെച്ച് ഇടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്യുക. എന്നിട്ടും ദീപക്കിന് ഒരു കുലുക്കുമില്ല. അവൻ പറയുക, ബെൽറ്റ് കൊണ്ടല്ല അടിയെ, നീ വാങ്ങിയിട്ടില്ല രാജു, എന്നാൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാ. അതിൻ്റെ വേദന അസഹനീയമാ. എന്നിട്ട് ഞാൻ വല്യമ്മാവനോട് സത്യം തുറന്നു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ എന്നെ കൊന്നാലും ഞാൻ സത്യം പറയില്ലടാ, പറയില്ലയോടാ എന്നും പറഞ്ഞ് വീണ്ടും രാജു അടിച്ചിട്ട് പറയാം, നീ പറഞ്ഞില്ലെങ്കിൽ പറയണ്ടടാ, നിന്റെ അമ്മയെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കൂടാ. രാജു ദീപക്കിനെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യത്തോടെ പുറത്തോട്ട് പോകുമ്പോൾ ദീപക് പറയുക, ചെല്ലടാ ചെല്ല്, നിന്റെ മരണമായിരിക്കും നടക്കാൻ പോകുന്നു. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇതെല്ലാം തിരിച്ചെടുക്കും. അതിനെന്താ വേണ്ടത് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ അംബികയും മകനും കൂടെ പോയി കാണുന്നത് അനന്തംപിള്ളയാണ്. അനന്തംപിള്ള ദീപകിൻ്റെ മുഖത്തെ ചോരയും പാടുമൊക്കെ ഇങ്ങനെ തടവി വിഷമമുള്ളതുപോലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അനന്തംപിള്ള പറയുക, എന്നാലും ആ പ്രതാപൻ ഒരു പട്ടിയെ തല്ലുന്ന പോലെയാണല്ലോ ഇവനെ തല്ലിയിരിക്കുന്നത്. അപ്പോൾ ദീപക് മനസ്സിൽ പറയുക, വേണ്ട, രാജു തല്ലിയതാണെന്ന് പറയണ്ട, അത് വലിയ നാണക്കേടായി പോവും. എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ അനന്തരവനല്ലേ അംബിക ഇവൻ. അംബിക പറയുക, എൻ്റെ കൂടപ്പിറപ്പാണല്ലോ അവനെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ഓർത്തിരുന്നു. ഇനി അവനോട് എനിക്ക് ആ പരിഗണനയില്ല. അവനോട് ഇനി ഒരു സോഫ്റ്റ് കോർണറും വേണ്ട അംബികെ. കൂടപ്പിറപ്പ്, സ്നേഹമില്ലാത്ത ക്രൂരനാവൻ. ദീപക് പറയുക, അയാൾ ബെൽറ്റിനെ എന്നെ അടിയൊക്കെ അടിച്ചത്. ഞാൻ ഇതൊക്കെ കൊണ്ടുനിന്നതേ എൻ്റെ ഈ അമ്മയെ ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഞാൻ അയാളുടെ പണിക്കുറ്റി തീർത്താനെ. അനന്തംപിള്ളെ, ഇനി പ്രതാപൻ്റെ കാര്യത്തിൽ അടിയന്തരമായ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. അവനെ അധികാരത്തിൽ നിറക്കി ഒരു ബൈ ഇലക്ഷൻ നടത്താനുള്ള സിറ്റുവേഷൻ അനന്തംപിള്ളയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അവൻ്റെ അഹങ്കാരം എനിക്ക് അവസാനിപ്പിക്കണം. എന്നേക്കുമായി അവനെ എനിക്കൊരു മൂലക്കിരുത്തണം. അത് കേട്ടിട്ട് അനന്തം പറയുക, എൻ്റെ അംബിക എൻ്റെ കൂടെ ഉള്ളപ്പോൾ പ്രതാപനെ ഒതുക്കാൻ എനിക്ക് എന്തിൻ്റെ പേടിയാ? പ്രതാപവർമ്മയ്ക്കെതിരെ ഒരു അഴിമതി കേസ് ഉണ്ടാക്കാനും നാറ്റക്കേസ് ഉണ്ടാക്കാനും താഴെ ഇറക്കാനും എനിക്ക് നല്ല ഭംഗിയായിട്ടറിയാം. അതിനുള്ള ആളുകളൊക്കെ എൻ്റെ കൂടൊപ്പം ഉണ്ടും താനും. ഇന്നു മുതൽ അംബികയെ നമുക്കതിനുള്ള പണി തുടങ്ങാം. മോനെ ദീപക്കേ, അവൻ നിന്നെ തല്ലി ഒരു പരുവാക്കി കളഞ്ഞല്ലോടാ. നീ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല. നിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. നീ ഈ അങ്കിളിനൊപ്പം നിൽക്ക്. അവനുണ്ടല്ലോ പ്രതാപവർമ്മ, അവൻ്റെ കഥയുടെ ക്ലൈമാക്സ് നമുക്ക് ഒരുമിച്ച് എഴുതാടാ മോനെ. ഈ സമയത്ത് രാജുവും ഋതികയും ബെഡ്റൂമിലിരിക്കുക. ഋതിക രാജുവിനോട് ചോദിക്കുന്നു, ഇത്രയൊക്കെ അടികൊണ്ടിട്ടും അവൻ ആ 10 കോടിയുടെ കാര്യം എന്താ പറയാത്തത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഋതു പറഞ്ഞത് ശരിയാ, വർമ്മ സാറിൻ്റെ അടുത്തുനിന്ന് ശരിക്കും കിട്ടി. അന്നേരവും അവൻ നുണയാ പറഞ്ഞ, സത്യം പറഞ്ഞില്ല. നല്ല ഒന്നാന്തരം മാരക അടിയാ ഋതു ഞാൻ അവനെ അടിച്ചത്. എന്നിട്ടും അവൻ എന്നെ നോക്കി വെല്ലുവിളിക്കുക ചെയ്തത്. ഈ 10 കോടി പെട്ടെന്ന് മുക്കിയതിലേ എന്തോ ഒരു ഗൂഢാലോചന ഉണ്ട് ഋതു. അത് ഉറപ്പാ രാജു, അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ യാമിനി പുറത്തുനിന്ന് ഇങ്ങനെ ഡോറ് തട്ടുവാണ്. കഥക് തട്ടിയിട്ട് യാമിനി മേ ഐ കമിൻ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഋതികയും ചിരിച്ചോണ്ട് പറയാ, കമിൻ മൈ സ്മോൾ മദർ. ചിരിച്ചോണ്ട് യാമിനി അകത്തോട്ട് വന്നിട്ട് ചോദിക്കുന്നു, സ്മോൾ മദറോ? ഈ സ്മോൾ എന്നൊക്കെ പറയുന്നത് ഈ കള്ളുകുടിയന്മാരല്ലേ? അയ്യോ, അതല്ല, ഈ സ്മോൾ മദർ ചെറിയമ്മ. ആഹാ, ഈ ഉപ്മാവിനെ സോൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്ന പോലെ അല്ലേ? അല്ല മോളെ, ഞാൻ വാതുക്കൽ വന്നപ്പോഴേ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് കേട്ട്. എന്തായിരുന്നു രണ്ടുപേരുടെയും കൂടെ ഗൂഢാലോചന? എൻ്റെ ചെറിയമ്മേ, അംബിക വർമ്മയുടെ ഉഡായിപ്പുകൾ എന്നൊരു പുസ്തകം എഴുതാനുള്ള തീരുമാനത്തിലായിരുന്നു ഞങ്ങൾ. അയ്യോ എൻ്റെ മോളെ, പുസ്തകം എഴുതിയാലൊന്നും ആരും വായിക്കില്ല. മോളൊരു സിനിമ എടുക്ക്, അങ്ങനെ കുറച്ചു പേര് കാണട്ടെ. അപ്പോൾ അംബിക വർമ്മയും മകനും പ്രശസ്തരാകും അല്ലേ? രാജു പറയുക. അതൊന്നും വേണ്ട,
മോനെ കുഴിച്ച് ആ കുഴിയിൽ തന്നെ അവർ ചെന്ന് ചാടും. യാമിനി പറയുക. പിന്നെ നിങ്ങളോട് രണ്ടുപേരോടും സീരിയസ് ആയ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ ചെറിയമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ അതെ, ഇത്തിരി പ്രശ്നമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരുമാ അതിന് ഉത്തരവാദികൾ. അപ്പോൾ നിങ്ങൾ അതിന് സമാധാനം പറഞ്ഞേ പറ്റൂ. ഹൃദയയ്ക്ക് എന്തോ ഭയം പോലെ. എന്താണെങ്കിലും പറ ചെറിയമ്മേ. പ്രതാപേട്ടൻ്റെയും ശേഖരേട്ടൻ്റെയും എൻ്റെയും സൂര്യമംഗലത്ത് അമ്മയുടെയും ഒരു നിവേദനമാണ്. ഈ മുറ്റത്ത് രണ്ട് കുഞ്ഞിക്കാലുകൾ ഓടി നടക്കണം. ഹൃതിക ഒരു പുഞ്ചിരിയോടെ നാണത്തോടെയും ചോദിക്കുന്നു. കുഞ്ഞിക്കാലുകൾ? അതേ മോളെ, സ്വർണ്ണ കൊലുസുകളിട്ട കുഞ്ഞിക്കാലുകൾ. ചെറിയമ്മ വെറുതെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒരു കുഞ്ഞിക്കാലുകൾ. അപ്പോൾ രാജു പറയാ, കുറേ വലിയ കാലുകളൊക്കെ മുറ്റത്തൂടെ നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ പോരെ? അതൊന്നും പോരാ രാജു, കുഞ്ഞിക്കാല് തന്നെ വേണം. അപ്പുറത്ത് മുറിയിലിരിക്കുന്ന ചിത്രപ്പണികളുള്ള തൊട്ടിലില്ലേ, കഴിഞ്ഞ ദിവസമേ ശേഖരേട്ടൻ തുടച്ചു വെക്കുന്നത് കണ്ട്. ഒരു മോനും ഒരു മോളും വേണം. അയ്യോ എൻ്റെ ഋതുമോളെ, നിന്റെ ചെറിയമ്മയെ എത്രയും വേഗം പറഞ്ഞു വിട്, അല്ലെങ്കിൽ ചെറിയ കാലുകളുടെ എണ്ണം ഇനിയും കൂടും. ഞാൻ പോയേക്കാം, പക്ഷെ പറഞ്ഞ കാര്യം വളരെ സീരിയസാ എന്ന് പറഞ്ഞിട്ട് യാമിനി അവിടുന്ന് പോവുകയാണ്. രാജു ഋതികയോട് പറയുക, എന്ത് ചെയ്യും? ഒന്നും രണ്ടും ഒന്നും അല്ല, 4 കുഞ്ഞിക്കാലുകൾ വേണമെന്ന് പറയുന്നത്. പ്രതാപൻ മുറിയിലിങ്ങനെ ആകെ സങ്കടത്തോടെ ഓരോന്ന് ആലോചിക്കുവാണ്. പണ്ട് രാജു ഋതികയെ രക്ഷിച്ചതും ആ കഥകളൊക്കെ ഓർത്ത് പ്രതാപന് സങ്കടം വരുവാണ്. അപ്പോൾ ശേഖരൻ റൂമിലോട്ട് വരുന്നുണ്ട്. എന്താ ചേട്ടാ, ചേട്ടൻ എന്തോ ടെൻഷനോടെ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ടെൻഷനാണല്ലോ ശേഖര, എപ്പോഴെങ്കിലും എനിക്ക് ടെൻഷൻ ഒഴിഞ്ഞാൽ നേരം ഉണ്ടായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ രാജുവിനെ കുറിച്ച് ഓർത്താ വിഷമിക്കുന്നത്. ശരിയാ ചേട്ടാ, അവനോട് ചേട്ടൻ ഇങ്ങനെ അകന്നു മാറുന്നതിൽ എനിക്കും ദുഃഖമുണ്ട്. അവനോട് സ്നേഹമില്ലാഞ്ഞിട്ട് ഞാൻ അകന്നു മാറുന്നതൊന്നും അല്ലല്ലോ. അത് എനിക്കും ചേട്ടനും മാത്രമല്ലേ അറിയൂ. അവൻ കരുതുന്നത് ചേട്ടൻ അവനെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടായിരിക്കും. തൽക്കാലം ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാന്. എന്താ ശേഖര, ഡോക്ടറെ വിളിച്ചിരുന്നു. ചേട്ടൻ നാളെ ഹോസ്പിറ്റലിലോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ശേഖരൻ അങ്ങനെ പറഞ്ഞിട്ടും പ്രതാപൻ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുവാണ്. ശേഖരൻ അപ്പോൾ റൂമിൽ നിന്ന് അങ്ങ് പുറത്തോട്ട് പോവുകയാണ്. ദീപക് റൂമിലിരുന്നുകൊണ്ട് പറയുക, നേരിൽ കാണുന്നവരുടെയൊക്കെ അടികൊള്ളണമെന്ന് എൻ്റെ ജാതകത്തിലെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? ദേഹം മുഴുവനും അടികൊണ്ട പാടിങ്ങനെ തടവുകയാണ്. വല്യമ്മാവനെന്ന റാസ്കലിൻ്റെ വക ബെൽറ്റിനടി, ആ ഡ്രൈവറിൻ്റെ മകൻ്റെ വക ചെവിക്കല്ലിനടി. എൻ്റെ അണപ്പല്ലല്ല ഇളകിയെന്നാ തോന്നുന്നു. അപ്പോൾ അനന്തം പിള്ള വിളിക്കുന്നുണ്ട് ദീപക്കിനെ. ദീപക് ഫോൺ എടുത്തിട്ട്, അനന്തം പിള്ളയാണല്ലോ വിളിക്കുന്നത്. ആളൊരു താപ്പാനയാണെങ്കിലും അയാൾക്ക് സുന്ദരിയായ ഒരു മകളുണ്ട്. തുള്ളിത്തുള്ളിയ അവളുടെ ഒരു നടപ്പ് എന്തുകൊണ്ട് ഇയാളോട് ഒട്ടി നിൽക്കുന്നത് ഒരു പ്രയോജനമാ. ഹലോ അങ്കിളെ, മോനെ ചക്കരെ, നീ ഉറങ്ങിയോ? അനന്തം പിള്ളയുടെ കൊഞ്ചല്. എനിക്കിപ്പോൾ എൻ്റെ മോനെ ഒന്ന് കാണണം. മോന് എൻ്റെ വീട് വരെ ഒന്ന് വരാൻ പറ്റുമോ? ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. മോന് വരാൻ പറ്റുമോ? ഞാൻ വരാം അങ്കിളെ. എന്ത് ഗൂഢാലോചനയ്ക്കാണോ അനന്തം പിള്ള ദീപക്കിനെ വിളിച്ചത്? ദീപക്കും അനന്തം പിള്ളയും കണ്ടിട്ട് പുറത്തോട്ട് വരുവാണ് ദീപക്. ദീപക് പറയുക, വല്യമ്മാവനെന്ന ആ റാസ്കലിനെ എനിക്ക് തല്ലണം. എടാ മോനെ, നീ അവനെ വല്യമ്മാവനെന്നും പുല്ലെന്നൊന്നും വിളിക്കാൻ പോകണ്ട. നീ അവനെ മൈൻഡ് ചെയ്യാനേ പോകണ്ട. അപ്പോൾ ദീപക് പറയാം, അയാളും അയാളുടെ അനുജനും കൂടി ചെറുപ്പം മുതലേ തുടങ്ങിയതാ എന്നോടുള്ള ഈ പ്രയോഗം. ചൂരലിനും ബെൽറ്റിനും ആ വല്യമ്മാവൻ അടിക്കുന്നത്, എന്നാൽ ആ ചെറിയമ്മാവനോ കൈകൊണ്ടാണ് എൻ്റെ കർണക്കുറ്റിക്കടിക്കുന്നത്. ആര്? ആ മണ്ടൻ ശേഖരനോ? അവൻ വെറും പാഴല്ലേ മോനെ. അയ്യോ അങ്കിളെ, അയാൾ പാഴൊന്നും അല്ല, അയാളൊരു വാഴയാ. മോൻ ഈ അങ്കിളിനോടൊപ്പം നിൽക്കി എൻ്റെ വലം കൈയാട്ട്. നമുക്ക് ഇവന്മാരെയൊക്കെ നിരപ്പാക്കി എടുക്കാം മോനെ. അപ്പോൾ ഫ്രണ്ട്സ്, അനന്തം പിള്ള ദീപക്കിനെ കൂട്ടുപിടിച്ചിരിക്കുവാണ്. അമ്മയും മകനെയും കൂട്ടുകൂടി ഈ അനന്തം പിള്ള എന്തൊക്കെയാണ് കളിക്കാൻ പോകുന്നത്? പ്രതാപനെതിരെ സ്വന്തം സഹോദരിയെയും അനന്തരവനെയും കൂട്ടിയേർന്ന് അനന്തം പിള്ള കളിക്കുന്ന കളികളൊക്കെ വിജയിക്കുമോ? അതോ പ്രതാപനും രാജുവും ഋതികയും ചേർന്ന് ഇവരെ എല്ലാം തകർത്തുടയ്ക്കുമോ എന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.